നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഗീ റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ആദ്യം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഗീ റൈസ് ആകുമ്പോൾ കുറച്ച് നെയ്യ് കൂടുതൽ തന്നെ വേണം, എന്നാലേ നന്നായിരിക്കുള്ളൂ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത ശേഷം നമുക്കതിലേക്ക് കാഷ്യൂനട്ട് ഒരു 9-10 ചേർത്തിട്ട് നമുക്കതൊന്ന് ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കൂടെ തന്നെ ഉണക്കമുന്തിരി അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നമുക്ക് ഗോൾഡൻ കളറായി വരുന്നവരെ ഒന്ന് വറുത്ത ശേഷം നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്കതിലേക്ക് സവാള, നീളത്തിലരിഞ്ഞ സവാളയാണ് വേണ്ടത്. അത് നമുക്ക് ആദ്യം, ഞാൻ വലിയൊരു സവാളയാണ് എടുത്തത്. നിങ്ങൾ ചെറിയ സവാളയാണ് എടുക്കുന്നതെങ്കിൽ ഒരു സവാള എടുക്കണം. ഞാൻ വലിയ സവാള എടുത്തുകൊണ്ട് പകുതിയാണ് എടുത്തത്. അപ്പോൾ നമുക്ക് ആ സവാള ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതും മാറ്റി വയ്ക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. കൂടെ തന്നെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോവിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആളിനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതിയാകും അതിൽ ബെൽ ബട്ടണിൽ. ഇത് നമുക്ക് ലഞ്ച് ബോക്സിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു റൈസാണിത്. അപ്പോൾ ഇത് നമുക്ക് കുറുമയോ എന്തെങ്കിലും അല്ലെങ്കിൽ ദാൽ തഡ്ക ഇതൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല സ്വാദുള്ള ഒരു റൈസാണ്. ഞാൻ ഇതിനു മുമ്പേ ദാൽ തഡ്ക റെസിപ്പി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ ഞാനിതിൽ ചേർക്കാം, നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അതേ നെയ്യിൽ തന്നെ നമുക്ക് 2-3 ഏലക്കായ, 3-4 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, പിന്നെ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ബിരിയാണി ലീഫ് അതും ഒന്നും കൂടെ ചേർത്തിട്ട് ബാക്കിയുള്ള പകുതി സവാളയും കൂടെ അതിലേക്ക് ചേർത്ത് നമുക്ക് പച്ചമുളക്, 2 പച്ചമുളക്, വലിയ പച്ചമുളക് ഞാൻ നടുകെ മുറിച്ചിട്ട് അതും കൂടെ ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും, ഒരു ചെറിയ അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായി ഒന്ന് ചതച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ ഒന്ന് കളറൊന്ന് മാറി വരുന്നവരെ, പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ജീരകവും ചേർത്തിട്ടുണ്ട് 1/4 ടീസ്പൂൺ. ഇപ്പോൾ ഇത് നല്ലപോലെ കളറൊക്കെ മാറി വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ബാസ്മതി റൈസ്, ഞാൻ 2-3 പ്രാവശ്യം അരി കഴുകിയിട്ട് 1 കപ്പ് അരി 20 മിനിറ്റ് കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത ശേഷം 1 മിനിറ്റ് ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കതിലേക്ക് 2 കപ്പ് വെള്ളം അതും ചേർത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് 2 വിസിൽ, ഞാൻ ഹൈ ഫ്ലെയിമിൽ 2 വിസിലാണ് സാധാരണ വയ്ക്കാറ്. അപ്പം നല്ല ഉതിരായിട്ടുള്ള നല്ലൊരു റൈസ് കിട്ടും നമുക്ക്. അപ്പോൾ നമ്മുടെ റൈസ് റെഡിയായി. അപ്പോൾ അതിലേക്ക് നമുക്ക് മുമ്പ് വറുത്ത് കോരി വെച്ചിരിക്കുന്ന സവാളയും അണ്ടിപ്പരിപ്പും ഒക്കെ കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ അത് നല്ല രുചിയുള്ള ഗീ റൈസ് റെഡിയായി. ഇപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.